ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഓവർ ഹെഡ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മുടെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടുവരാറുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് ഓവർ ഹെഡ്സ് എന്നുള്ളത് നോക്കാം. ഓവർ ഹെഡ്സ് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതായത് നോർമൽ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓവർ ഹെഡ് എക്സ്പെൻസുകളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഓവർ ഹെഡ്സ് എന്നുള്ളതിൻ്റെ മീനിങ് നോക്കാം. ഓവർ ഹെഡ്സ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഭാഗമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കോസ്റ്റ് വിച്ച് ആർ ഓഫ് എൻ ഇൻഡയറക്റ്റ് നേച്ചർ. ഇൻഡയറക്റ്റ് നേച്ചറിൽ വരുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ ഓവർ ഹെഡ്സ് എന്നാണ് പറയുക. ഓവർ ഹെഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാനോ അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിലേക്കോ ഒരു ജോബിലേക്കോ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കൊന്നും അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഡയറക്റ്റ്ലി തിരിച്ചറിയാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ ഓവർ ഹെഡ്സ് എന്ന് മീൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർ ഹെഡ്സിനെ ഓൺ കോസ്റ്റ് എന്നും ബേർഡൻ എന്നും അതേപോലെ തന്നെ സപ്ലിമെൻ്ററി കോസ്റ്റ് എന്നും പറയാറുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കാം. ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Overhead is defined as the aggregate of indirect material cost, indirect wages and indirect expenses. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഇനി ഈ ഓവർ ഹെഡ്സിൻ്റെ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇതെന്താണ്, ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. സോ ഓവർ ഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ് which cannot be identified with any particular cost center or cost unit. Then they are apportioned and charged to different cost centers and cost unit. ഇത് നമുക്ക് ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോർഷൻ ചെയ്യാണ് ചെയ്യാറ്. Then they are the total of indirect material, indirect wages and indirect expense. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഓവർ ഹെഡ്സിന് വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കാം. ഓവർ ഹെഡ് അക്കൗണ്ടിങ് ഈസ് ദി സിസ്റ്റം ഫോളോഡ് ഫോർ ലിങ്കിങ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ദി കോസ്റ്റ് ഓഫ് ദി ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ്, എക്സാക്റ്റ് കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസുകളുടെ കൂടെ ഓവർ ഹെഡ്സിനെയും കൂടെ ആഡ് ചെയ്യും. അതായത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ ഹെഡ്സിനെയും കൂടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം. സോ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ ഫിനിഷ്ഡ് ഔട്ട്പുട്ടിൻ്റെ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ കൂടെ ലിങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. 5 സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ്, സെക്കൻഡ് വൺ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്, തേർഡ് വൺ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്, ദെൻ ഫോർത്ത് വൺ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് നമ്മൾ ഓൾറെഡി എലമെൻറ്റ്സിൻ്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ഓവർ ഹെഡ്സ് അക്കോർഡിംഗ് ടു ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെ ബേസിൽ നമ്മൾ ഓവർ ഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പായിരിക്കും, ഒരേ നേച്ചറിൽ വരുന്നതൊക്കെ ഒരു സെയിം ഗ്രൂപ്പിലാണ് വരിക. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് എലമെൻറ്റ് ബേസ് ക്ലാസിഫിക്കേഷനാണ്. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഓവർ ഹെഡ്സിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനാണ്. അതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫംഗ്ഷൻ ബേസിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷനാണ്. ബിഹേവിയറിൻ്റെ ബേസിൽ ഫിക്സഡ് ഓവർ ഹെഡ്, വേരിയബിൾ ഓവർ ഹെഡ്, സെമി വേരിയബിൾ ഓവർ ഹെഡ്. അപ്പോൾ ഫിക്സഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻ അൺചേഞ്ച്ഡ് വിത്ത് ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. ചേഞ്ച് ചെയ്യുക, വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത ഓവർ ഹെഡാണ് ഫിക്സഡ് ഓവർ ഹെഡ്. വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് വേരിയബിൾ ഓവർ ഹെഡ്. മൂന്നാമത്തെ കാറ്റഗറി സെമി വേരിയബിൾ ഓവർ ഹെഡ് വിച്ച് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. കുറച്ച് ഫിക്സഡ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വാരി ചെയ്യും, അല്ലെങ്കിൽ ആദ്യം വാരി ചെയ്യും പിന്നീട് അത് ഫിക്സ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെയുള്ളതിനെയാണ് സെമി വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് അലോട്ടിങ് കോഡ് നമ്പേഴ്സ് ടു ദി വേരിയസ് അക്കൗണ്ട് ഹെഡിങ് ഈസ് കോൾഡ് കോഡിഫിക്കേഷൻ. അതായത് ഇവിടെ നമ്മൾ
നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ വെച്ചുകൊണ്ട് ഒരു കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഓവർ ഹെഡ്സിന്. ഇത് ഈസി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ് കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓവർ ഹെഡിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഓവർ ഹെഡ്സ് ഐറ്റംസിനെ ഒരു സിംഗിൾ സ്യൂട്ടബിൾ അക്കൗണ്ടിൻ്റെ ഹെഡിലേക്ക് മാറ്റുക, അതിനൊരു ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനിൽ വരുന്നതാണ് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് പോലെ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ഒന്നും അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. സോ ഈ ഓവർ ഹെഡ്സിനെ നമുക്ക് ചില സ്യൂട്ടബിൾ ഹെഡിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ബേസിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വീതിച്ച് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ഓവർ ഹെഡ്സ് കളക്റ്റഡ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ് ടു ദി വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി കൺസേൺസ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ അലോക്കേഷൻ എന്താണ്, അപ്പോർഷൻമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അലോക്കേഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓവർ ഹെഡ്സിന് ചെയ്യുന്നത് ഫുൾ ഓവർ ഹെഡ്സ്, അതായത് ഫുൾ കോസ്റ്റ്, ഫുൾ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ്സും ഒരു പെർട്ടിക്കുലർ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ കൊടുക്കും. അപ്പോൾ ഓവർ ഹെഡ്സ് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് ആണ്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് അത് എക്സ്പെൻസ് കാണിക്കേണ്ടത് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അലോക്കേഷനാണ്. ഒക്കേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് അലോക്കേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ചാർജിങ് ദി ഹോൾ എമൗണ്ട് ഓഫ് എൻ ഓവർ ഹെഡ് ഐറ്റം ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ നമുക്ക് മുഴുവൻ ഓവർ ഹെഡ്സിനെയും അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഴുവൻ ഓവർ ഹെഡ്സിനെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലോക്കേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ സെയിൽസ് മാനേജറിൻ്റെ സാലറി, അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് സെയിൽസ് മാനേജറിൻ്റെ സാലറിയാണ്, അപ്പോൾ അത് സെയിൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോവുക. അതേസമയം നമ്മൾ മാനേജറിൻ്റെ സാലറി, ജനറൽ മാനേജറിൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അലോക്കേഷനിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഓവർ ഹെഡ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ചാർജിങ് എൻ ഓവർ ഹെഡ് ഐറ്റം ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ എ പെർട്ടിക്കുലർ സ്യൂട്ടബിൾ ബേസിസ്. ഒരു പെർട്ടിക്കുലർ ബേസിൽ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റബിൾ ബേസിൽ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ ബേസിൽ നമുക്ക് ഓവർ ഹെഡ്സിനെ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ അപ്പോർഷൻമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അലോക്കേഷൻ പോസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്ത് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ അതിൽ അലോക്കേഷനിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ചാർജിങ് ഓഫ് ഓൾ ഐറ്റം ഓഫ് ഓവർ ഹെഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓവർ ഹെഡിനെ മുഴുവനായിട്ടും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അപ്പോർഷൻമെൻറ്റിൽ പറയുന്നത് ചാർജിങ് ഓഫ് പോർഷൻസ് ഓഫ് എൻ ഐറ്റം ഓഫ് ഓവർ ഹെഡ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി അല്ലെങ്കിൽ പോർഷൻസ് ആയിട്ടായിരിക്കും ഓവർ ഹെഡ്സിനെ ചാർജ് ചെയ്യുന്നത്. ദെൻ അലോക്കേഷൻ നീഡ്സ് നോ ബേസ്. അലോക്കേഷൻ ചാർജ് ചെയ്യാൻ നമുക്ക് ബേസിൻ്റെ ആവശ്യമില്ല. ദർ ഈസ് നോ നീഡ് ടു ചൂസ് എ ബേസ്, അതായത് ഫുള്ളായിട്ടാണ് അവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, അവിടെ ബേസ് വേണ്ട. പക്ഷേ അപ്പോർഷൻമെൻറ്റ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്യൂട്ടബിൾ ബേസ് വേണം. ദെൻ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പ്രോസസ്സാണ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ കോസ്റ്റ് അലോക്കേഷൻ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അവിടെ നമ്മൾ ഡിഫറെൻറ്റ് സ്യൂട്ടബിൾ ബേസുകൾ കണ്ടുപിടിക്കണം. ആ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ കോസ്റ്റ് അലോക്കേഷൻ ആക്യുറേറ്റ് ആയിരിക്കും. ദെൻ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് അപ്രോക്സിമേറ്റ് ആണ്, എക്സാക്റ്റ് ആയിരിക്കില്ല. അപ്രോക്സിമേറ്റ് ആണെന്ന് പറയാൻ കാരണം അവിടെ നമ്മളൊരു ബേസിൽ ആണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പാണ് നമ്മൾ ആദ്യം പറയുന്നത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ അതിലാദ്യം എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്, ബോത്ത് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷന് ചില ബേസുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഓവർ ഹെഡ് എക്സ്പെൻസുകൾ നമുക്ക് ഈ ഒരു പ്രത്യേക ബേസിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റേഷ്യോസിൻ്റെ ബേസിലായിരിക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള
ടോട്ടൽ ഓവർ ഹെഡ്സിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഓവർ ഹെഡ്സിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതിനെ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുക. അതിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ബേസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ്സിൽ വരുന്ന ഐറ്റംസ് റെൻറ്റ്, റേറ്റ്, ടാക്സ് അതാണെങ്കിൽ അതിൻ്റെ അപ്പോർഷൻമെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്രത്തോളം ഏരിയ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടോ ആ ഏരിയ ബേസിൽ നമ്മൾ റേഷ്യോ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ബേസിലായിരിക്കും ഇവിടെ ഈ ഒരു അപ്പോർഷൻമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, ഫ്ലോർ ഏരിയ, ഡിപ്രീസിയേഷൻ. ഒന്നുകിൽ വാല്യൂ ഓഫ് അസറ്റിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഫ്ലോർ ഏരിയ ആണ് എടുക്കേണ്ടത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ആ പർട്ടിക്കുലർ അസറ്റ്സിൻ്റെ വാല്യൂ. ഇൻഷുറൻസ് ഓഫ് അസറ്റ് ആണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ. ലൈറ്റിംഗ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ. അതായത് എക്സാക്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻ്റ് ആണ്. അഥവാ ലൈറ്റ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ബേസിലോ ഫ്ലോർ ഏരിയ ബേസിലോ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് പവർ. HP ഓഫ് മെഷീൻ അല്ലെങ്കിൽ HP ഇൻറ്റു ഹവേഴ്സ് അല്ലെങ്കിൽ കിലോ വാട്ട് ഹവേഴ്സ്. ദെൻ ക്യാൻറ്റീൻ എക്സ്പെൻസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്. സൂപ്പർവിഷൻ, നമ്പർ ഓഫ് എംപ്ലോയീസ്. ടൈം കീപ്പിംഗ് എക്സ്പെൻസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്. ദെൻ വെൽഫെയർ എക്സ്പെൻസ്, നമ്പർ ഓഫ് വർക്കേഴ്സ്. വർക്ക്മെൻ കോമ്പൻസേഷൻ, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വേജ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഈ ബേസുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.